ഇത് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അതായത് നമ്മൾ കോമ്പൗണ്ടിങ് എടുത്തു. ഫ്യൂച്ചർ വാല്യൂവിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈം വാല്യൂ ഫാക്ടറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അതാണ് കോമ്പൗണ്ടിങ് പറഞ്ഞിരുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിൽ സിംഗിൾ ക്യാഷ് ഫ്ലോയും മൾട്ടിപ്പിൾ ക്യാഷ് ഫ്ലോയും വരുന്നതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നിർത്തിയത്. പിന്നെ അതിൽ വരുന്നതാണ് ഡബ്ലിംഗ് പീരീഡ്. ഡബ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇത് പീരീഡ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എത്ര ഇൻട്രസ്റ്റ് റേറ്റിലാണോ ഡബിൾ ആവുന്നത്. ഇപ്പോൾ 1,00,000 രൂപ ഇട്ട് എത്ര കൊല്ലം കഴിയുമ്പോൾ 2,00,000 രൂപ കിട്ടുമെന്നറിയില്ലേ. കിട്ടണതിന് ഡബിൾ ആക്കുന്നത് ഏത് ഇൻട്രസ്റ്റ് റേറ്റ് ആണോ അതിനെ അല്ലെങ്കിൽ ആ ലെങ്ത് ഓഫ് പീരീഡിനെയാണ് നമ്മൾ ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയുക. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. റൂൾ 72 ഉപയോഗിച്ചും കണ്ടുപിടിക്കാം, റൂൾ 69 ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. 72 പ്രകാരമാണെങ്കിൽ 72 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഡബ്ലിംഗ് പീരീഡ് ആയിട്ട് എടുക്കുക. റൂൾ 69 പ്രകാരമാണെങ്കിൽ 0.35 പ്ലസ് 69 ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കുക. ഡബ്ലിംഗ് പീരീഡ് മീൻസ് ദ പീരീഡ് ഓഫ് ലെങ്ത് അല്ലെങ്കിൽ ലെങ്ത് ഓഫ് പീരീഡ് in which the amount becomes double at a given rate of interest. തന്നിരിക്കുന്ന റേറ്റിൽ നമ്മളുടെ എമൗണ്ട് എന്നാണോ ഡബിൾ ആവുന്നത് ആ ലെങ്ത് ഓഫ് പീരീഡിനെയാണ് നമ്മൾ ഡബ്ലിംഗ് പീരീഡ് എന്ന് പറയാം. ദെൻ എഫക്റ്റീവ് ആൻഡ് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദ എഫക്റ്റീവ് ആൻഡ് നോർമൽ റേറ്റ് എന്ന് പറഞ്ഞാൽ ആനുവലി കോമ്പൗണ്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ് കോമ്പൗണ്ടഡ് മോർ ദാൻ വൺസ് പെർ ഇയർ. അതായത് ആനുവലി നമ്മൾ കോമ്പൗണ്ട് ചെയ്യും ഇൻട്രസ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യും, ഈ കോമ്പൗണ്ടഡ് ഓരോ വർഷം കഴിയുന്തോറും കൂടിക്കൊണ്ടിരിക്കും. മോർ ദാൻ വൺസ് കൂടിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ആൻഡ് നോർമൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാം. Annually compounded rate of interest that is equal to annual interest rate compounded more than once year. ആനുവലി ഒരു പ്രാവശ്യം കോമ്പൗണ്ട് ചെയ്തതിനേക്കാൾ കൂടുതലായിരിക്കും എന്ത് ആനുവൽ കോമ്പൗണ്ടഡ് ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ അതിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒന്നുകൂടെ ക്ലിയർ ആക്കുക. ഇപ്പോൾ നമ്മൾ കോമ്പൗണ്ട് ചെയ്യുമ്പോൾ 10% കിട്ടണമെന്ന് വിചാരിക്കും. പക്ഷേ ആനുവലി കോമ്പൗണ്ടഡ് 11-12% ഉണ്ടെങ്കിൽ അത് എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കും. ഇപ്പോൾ എഫക്റ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനാണ് 1+r ഡിവൈഡഡ് ബൈ m റേസ്ഡ് ടു m-1. ഇവിടെ m എന്ന് പറഞ്ഞാൽ എത്ര പ്രാവശ്യമാണ് കോമ്പൗണ്ട് ചെയ്യുന്നത് അതാണ്. ഇപ്പോൾ m=1 ആണെങ്കിൽ 1 ആയിരിക്കും, രണ്ട് പ്രാവശ്യമാണെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ ക്വാർട്ടർലി ആണെങ്കിൽ 4 ആയിരിക്കും. ഇപ്പോൾ m എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഓഫ് ടൈംസ് ആണ് നോർമൽ റേറ്റ്, EIR എഫക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ്. ഫ്യൂച്ചർ വാല്യൂ ഓഫ് എ സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ഓർ ആനുവിറ്റി ആണെങ്കിൽ, ആനുവിറ്റി നമ്മൾ പറഞ്ഞിരുന്നു, ആൻഡ് ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് സീരീസ് ഓഫ് ഈക്വൽ ക്യാഷസ് മെയ്ഡ് അറ്റ് എ റെഗുലർ ഇൻ്റർവെൽ അല്ലേ. അതായത് ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ ഒരു ഈക്വൽ എമൗണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആനുവിറ്റി എന്ന് പറയുക. എല്ലാ 5 വർഷം കൂടുമ്പോഴും ഇത്ര രൂപ കിട്ടും, ദാറ്റ് ഇസ് ആനുവിറ്റി. അതൊരു സീരീസ് ഓഫ് പീരിയോഡിക് ക്യാഷ് ഫ്ലോസ് ആണ് ഈ ആനുവിറ്റിയിൽ വരിക. അത് നമുക്ക് കിട്ടുന്നതാകാം, നമ്മൾ കൊടുക്കുന്നതാകാം, റെസിപ്റ്റ് ഓർ പേയ്മെൻ്റ് ആകാം. അപ്പോൾ ആനുവിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ ക്യാഷ് സീരീസ് ഓഫ് ഈക്വൽ ക്യാഷ് ഫ്ലോസ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എ വലിയ ബ്രാക്കറ്റാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ 1+r റേസ്ഡ് ടു n-1 ഡിവൈഡഡ് ബൈ r. ഓക്കെ, 1+r റേസ്ഡ് ടു 1-1 ഡിവൈഡഡ് ബൈ r. ഇപ്പോൾ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, ഇതെല്ലാം പ്രോബ്ലംസ് ചെയ്യാനുള്ളതാണ്. ദെൻ കോമ്പൗണ്ട് വാല്യൂ ഓഫ് ആനുവിറ്റി ഡ്യൂ. ആനുവിറ്റി ഡ്യൂ കിട്ടാനുള്ളതിൻ്റെ കോമ്പൗണ്ട് വാല്യൂ. അപ്പോൾ ഈ ഡ്യൂ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ വർഷത്തിൻ്റെ ബിഗിനിങ് ഓഫ് ദി ഇയറിലായിരിക്കും ഡ്യൂ എന്ന് പറയാം. ബിഗിനിങ്ങിലാണ് ഡ്യൂ വരാം. കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതില്ലേ, അങ്ങനെയാണ് വരണേന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ വാല്യൂ എ ആനുവിറ്റി സ്മോൾ ലെറ്റർ എ പറഞ്ഞാൽ ആനുവിറ്റി ഈക്വൽ ടു a+a ബ്രാക്കറ്റ് 1+r റേസ്ഡ് ടു n-1 ഡിവൈഡഡ് ബൈ ഇത്രയും നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഇത് ഫ്യൂച്ചർ ഏണിങ്സിൻ്റെ വരുന്നതാണ് ഇൻറ്റു 1+r. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്നതാണ് ഇൻറ്റു 1+r. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഇക്വേഷനും എഴുതി വെച്ച് പഠിക്കണം. ഇതിൽ കുറേ ഇക്വേഷൻസ് ഉണ്ട്, ഒക്കെ ഒരേപോലെ തന്നെ തോന്നും, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് ഓരോന്നിൻ്റെയും പ്രോബ്ലംസാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നോട്ട്ബുക്കിൽ ഓരോന്നും ഇക്വേഷൻസ് എഴുതി വെച്ചേക്കണം.